ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ്. ആപ് കൈസേ ഹോ? അച്ഛാ ടീക്ക് ഹെ. നിനക്ക് എന്താ സുഖാണോന്ന് ചോദിച്ചല്ല ചോദ്യം. ഇനി എന്തും ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഞാൻ എനിക്ക് സുഖാന്ന് പറയും. ആണല്ലേ? ഞാൻ അത്രക്കാരനാ. ഓക്കെ, നീ അങ്ങ് സുഖിച്ചിരുന്നോ? എന്തായാലും ആപ് കൈസേ ഹോ എന്ന സിനിമ റിലീസിനെത്താണ്. ഫെബ്രുവരി 28 സിനിമ വേൾഡ് വൈഡ് റിലീസാണ്. ഓക്കെ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൽ നായകൻ. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത്. അപ്പോൾ ആള് തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അറിയാലോ, ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ആളുടെ സിനിമകൾ കയറ്റിക്കൊണ്ടുവന്ന് പ്രേക്ഷകർക്കിടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ആൾക്ക് തന്നെ സാധിക്കും. ചർച്ചയാക്കാൻ വേറെ ആരും ഞങ്ങൾ വെക്കൂല, ഞാൻ മാത്രം മതി. ഒരേ ഒരു ഇന്റർവ്യൂ ഓരോ യൂട്യൂബ് ചാനലും ഞാനും ഉണ്ടെങ്കിൽ എൻ്റെ സിനിമ പ്രൊമോഷൻ ചെയ്ത് ഞാൻ അങ്ങ് ഉന്നതങ്ങളിൽ എത്തിക്കും. രണ്ട് ബെനിഫിറ്റ് ആണത്. ഒന്ന്, തനിക്ക് കിട്ടുന്ന പ്രേക്ഷകരുടെ പിന്തുണ അത് കൂടുതലാക്കുക. പിന്നെ മറ്റൊന്ന്, പ്രൊഡ്യൂസർക്ക് 5 പൈസ ചെലവുണ്ടാവില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ കോടികൾ മുടക്കണം, എത്ര പോസ്റ്റർ അടിച്ചിറക്കണം, എന്തോരം ഫ്ലെക്സ് അടിച്ചിറക്കണം, എന്തൊക്കെ പ്രൊമോഷൻ ക്ലിപ്സുകൾ പോകണം. പിന്നെ ഇത് അതിന്റെ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ ഇന്റർവ്യൂ കൊടുത്താൽ പിന്നെ അങ്ങോട്ട് ഒരു കോളിളക്കമായിരിക്കും സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ആപ് കൈസേ ഹോ എന്ന സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമല്ല കേട്ടോ എന്നുള്ളത്, കൂടെ ജീവനുണ്ട്, അജു വർഗീസ് ഉണ്ട്, പിന്നെ വീണ നന്ദകുമാറുണ്ട്, പിന്നെ കൂട്ടിന് പിഷാരടിയുണ്ട്. ഈ മറ്റുള്ളവരൊക്കെ അവിടെ കേട്ടെ, പിഷാരടിയും കൂടി കൂട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാലോ. അതെ, എന്താണെങ്കിലും കുറച്ച് തക്സുകൾ കൂട്ടിയിട്ടിട്ടുള്ള ഒരു കത്തിക്കലുണ്ട്. ഓക്കെ, അപ്പുകുട്ടൻ തക്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ചിരിച്ചിട്ട് വരാം. ചിരിക്കുക, ആയുസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, പിന്നല്ല വടക്കൻ വീരർ എന്ന സിനിമയുടെ ഒരു റീ റിലീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനായിട്ട് രമേശ് ചേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി റീ റിലീസ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. കപ്പല് പോലാണ് രമേശ് ചേട്ടൻ എനിക്കൊരു പങ്കുമില്ലാത്ത ഞാനിങ്ങനെ കപ്പല് മുതലാളി സരയു കപ്പല് മുതലാളി എങ്ങനെയെങ്കിലും ഷൂട്ടാ മതി. ഞങ്ങൾ അതിനു വേണ്ടി അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് ഉള്ളൂ, പടമില്ല. ഒരുപാട് പടമുണ്ട്, ഇൻഫ്ലുവൻസ് ഇല്ല. ഞാൻ പണ്ട് ടിവിയിൽ എപ്പിസോഡ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോ രേഖാചിത്രത്തിന്റെ സക്സസ് മീറ്റിലെ അതില് ഞാൻ ഉണ്ടല്ലോ. സാധാരണ കൂട്ടമുള്ളിടത്തേക്ക് അവൻ ചെല്ലാറില്ല, അവൻ ചെല്ലുന്നിടത്താണ് കൂട്ടം. അതാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം പൊളിച്ചവൻ. അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുമെന്ന് നാട്ടുകാർ വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ മുട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാനായിട്ട് നീ എഴുതി കൊടുത്തോണ്ടല്ലോ. എന്തൊക്കെയാ ഇവന്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല, ഇവൻ നിൽക്കുന്നിടത്തേക്ക് ജനക്കൂട്ടം വരുന്നു. എന്റെ കേസിൽ എന്താ, ഞാൻ ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് ഒന്നവിടെ കേറിയത് അങ്ങനെ ഇവരുടെ ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ കോളേജിലെ പ്രോഗ്രാംസിലേക്ക് ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ഞാൻ നിങ്ങളിൽ കണ്ടു. ധ്യാൻ ചേട്ടനിലൊക്കെ പാടുന്നു. പക്ഷെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴേ
പുള്ളി ഇത്ര നന്നായിട്ട് അത് പഠിച്ചു എനിക്കും തോന്നി ശരിയാ. പക്ഷെ അത് പുറത്തിറങ്ങി ജ്ഞാപകം പഠിക്കുന്നു മാറി. എല്ലാരും കൗണ്ടർ വന്നു ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അല്ല ഞാൻ ഉള്ളഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. എന്താ പോലെ ഇതേപോലെ ഇൻട്രോ ഇവിടെ ഇൻട്രോ എടുത്ത് ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആണെന്ന്. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ടിവിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം പറയേണ്ടത്. നിങ്ങളൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വേദനിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഒരു അര ദിവസം മുഴുവൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചിട്ട് എനിക്ക് ശരിക്കും രാവിലെ തീരേണ്ടതാണ്. ഷൂട്ടാ ഒരു ഫുൾ ഡേ റെന്റ് വാങ്ങിച്ചു. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നോ? ആർട്ടിസ്റ്റുകൾക്ക് തരും. പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ് എന്നിട്ട് കിട്ടിയല്ലോടാ. ഭയങ്കര ഇനി നീ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ മാറുന്നത്. ഇത് ഇത്രയും മോശം ഇൻസ്റ്റാഗ്രാമിലുണ്ട് എന്റെ പ്രൊഫൈലിൽ ഇങ്ങനെ ആരിലും വെക്കൂടാ. വേറെ എന്തൊക്കെ നിനക്ക് എന്നെ പറ്റി പറയാമായിരുന്നു? നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരു ഒന്നും ഞങ്ങൾ ആവശ്യമാണ്. നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ എന്റെ പോലെ അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവേട്ടന്റെ സ്റ്റാർട്ടിങ്. വിനീതേട്ടന്റെ കൂടെ ഞാൻ ഇവൻ ബാലല്ലേ വന്നതാന്ന് വിചാരിച്ചു. അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഞാൻ ചെന്നൈയിലൊക്കെ നോക്കി എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂടുതൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർ ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല. ഒരു പ്രഷർ ഇറങ്ങി കഴിയുമ്പോൾ ബാധ്യത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം അത് പഠിച്ച് ആ പാടുള്ള പ്രോസസ് പഠിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ വല്ലവന്റെ കാര്യം പഠിക്കാം. കേറിയിരിക്കുന്ന വിശാലടിയാണ്. സ്വന്തം എടുക്കാൻ പറ്റൂ. സത്യം പറയട്ടെ, ഞാൻ ഇവരെ പഠിപ്പിക്കാൻ പെട്ടെന്ന് കാര്യം കേട്ടെ. പ്രീസ്റ്റില് മമ്മൂക്കയുടെ കൂടെ, അത് കഴിഞ്ഞ് ആ കൈസേഹോയിലെ ധ്യാൻ ചേട്ടന്റെ കൂടെ എന്താണ് ആ ഒരു സിമിലാരിറ്റി? നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാർ. അപ്പൊ അവരെങ്ങനെയാണോ അതിപ്പോ മമ്മൂട്ടിയെക്കാളും കഴിഞ്ഞു പോകാൻ. അത് മമ്മൂട്ടിയേക്കാളും കഴിഞ്ഞു വരുന്നത് സിനിമയുടെ എണ്ണത്തിന്റെ കാര്യത്തില്. അതൊരു സത്യ. ശരി, ഞാൻ കേട്ടില്ല. വിശാലടി ആദ്യം പറയുന്ന സാധനം തന്നെ ഭയങ്കര രസം. അത് ഞാൻ ടിവിയില് എപ്പിസോഡ് ചെയ്യുന്ന പോലെ സിനിമ ചെയ്യുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യം. കൊറേ സാധനം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ കൊറേ ഇന്റർവ്യൂല് ഭയങ്കര രസമുള്ള സാധനം വേറെ ഉണ്ടായിരുന്നു. എന്റെ അമ്മേ ഇരുന്ന് കണ്ടാണ്ടല്ലോ. ശരി, ഞാനിന്റെ ആ കോമഡിയില്ല കൗണ്ടറുകളെ അത് ഒരാൾക്ക്, അതായത് നല്ല വേദനിപ്പിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ പോലും, അടി പോകുന്ന രീതിയിലുള്ളതാണെങ്കിൽ പോലും ആള് പറയുന്ന രീതിയിൽ അതിലൊരു വാശിയോ അല്ലെങ്കിൽ അതിലൊരു ദേഷ്യമോ ഒന്നും തോന്നാത്ത രീതിയിലുള്ള സത്യമായിട്ടുള്ള കാര്യം. ഇത് മറ്റേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബേസിലും ധ്യാന്റെയും ഇന്റർവ്യൂ അത് ഇരുന്ന് കാണുമായിരുന്നു ആൾക്കാർ. കാരണം ഇവര് തമ്മിലുള്ള കൗണ്ടറുകൾ ഭയങ്കര രസമായിരുന്നു. ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ ആ ഒരു രീതി മാത്രം ഇത് പോവുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും എന്നെ അങ്ങനെ പറഞ്ഞ് കളിയാക്കി അല്ലെങ്കിൽ വിഷമിപ്പി അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു സാധനം പോകില്ല. പക്ഷെ പിഷാരടിക്ക് കിട്ടുന്നോടത്ത് പിഷാരടി ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്നുണ്ട്. അത് ഇടയ്ക്ക് കിട്ടുമ്പോൾ ഏറ്റു വാങ്ങുമ്പോ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ആളെ എനിക്കിട്ട് തന്നെയോ എന്നുള്ള സാധനം. പക്ഷെ ഈ കൗണ്ടറുകളിൽ ഇത്രയും എടുത്തതിനകത്ത് ഏറ്റവും ടോപ്പിന് നിൽക്കുന്ന പിഷാരടി തന്നെയാണ്. കാരണം ഉരുളയ്ക്ക് ഉപ്പേര് പോലെ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വായില്.
അയ്യോ കപ്പൽ മുതലാളി എനിക്ക് തോന്നുന്നു പാർവതിയെ കണ്ടിട്ടേ ഇല്ല തോന്നുന്നു ആ ചിരി കണ്ടാ മനസ്സിലാവും. ആ ഉറപ്പാ സത്യം. കപ്പല് മുതലാളി അത് അത്ര മോശം സിനിമ ഒന്നും കേട്ടോ. അത് അന്നത്തെ കാലഘട്ടത്തില് ആ ഒരു ലെവലിൽ ഒരു രസം. അതെ അതെ, അതിനകത്ത് ആള് പറയണ മറുപടി കേട്ടോ, എടാ ഞാനത് പൊട്ടിയപ്പോ ഞാൻ നിർത്തി, നീ നിർത്തിയോ എത്രയായി എന്ന് ചോദിക്കും സാറ്. എത്ര സിനിമകളാണ് അതിന് തിരിച്ച് വേറെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്തായി നിങ്ങളൊക്കെ വീണ്ടോട്ടായി, ഞാനിപ്പോഴും ഉണ്ട് ആ രീതിയിൽ. എന്താണെങ്കിലും സിനിമേന്റെ പ്രമോഷൻ ഉണ്ടല്ലോ വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സിനിമ വരുമ്പോ അറിയാം. ധ്യാനിന്റെ ആണ് സ്ക്രിപ്റ്റ്. എന്തായാലും എൻജോയ് ചെയ്യാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആളുടെ ഫ്രണ്ടിന് സംഭവിച്ച ഒരു റിയൽ ഇൻസിഡന്റ് ആണെന്നുള്ളതാണ് കഥ. എന്തായാലും ആളോട് പറയാതെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞു. ആള് സിനിമ കണ്ടുമ്പോഴായിരിക്കും മിക്കവാറും ധ്യാൻ ഇങ്ങനെ ഭിത്തിയിൽ കയറ്റുന്നത്. എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.